അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്രായേല്യരിൽ സംഭവിച്ച ഒരത്ഭുത കഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഓതിയതാണ് ഇവിടം കേൾപ്പിക്കുന്നത്. തഹദ്ദസു അൻ ബനി ഇസ്രായീൽ ഫഇന്നഹു കാനത് ഫീഹിമുൽ അജീബ് എന്ന ആമുഖത്തോടു കൂടിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ പറയുന്നത്. ഇസ്രായേല്യരെ കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ, കാരണം അവരിൽ മഹാത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു തുടങ്ങി: ഖറജത് ത്വായിഫത്തും മിൻഹും, ഇസ്രായേല്യരിൽ ഒരു വിഭാഗം പുറപ്പെട്ടു. ഫഅതൗ മഖ്ബറത മിൻ മഖാബിരിഹിം, അവർ അവരിലെ കബറിടങ്ങളിൽ ഒരു കബറിടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മഖ്ബറയിലേക്ക് ചെന്നണഞ്ഞു. ഫഖാലു, തുടർന്നവർ പറഞ്ഞു: ലൗ സല്ലൈനാ റകഅതൈൻ, നമ്മൾ 2 റകഅത്ത് നിസ്കരിച്ചെങ്കിൽ, വദഅഉന അല്ലാഹ് യുഖ്രിജ് ലനാ ബഅദൽ അംവാത്ത്, അള്ളാഹുവിനോട് ദുആയിരക്കുകയും ചെയ്തെങ്കിൽ അള്ളാഹു മരണപ്പെട്ടവരിൽ ചിലരെ നമുക്കായി ഉയർത്തെഴുന്നേൽപ്പിച്ചു തരട്ടെ. യുഖ്ബിറുന അനിൽ മൗത്ത്, മരണപ്പെട്ട് മൺമറഞ്ഞ് കിടക്കുന്നവർ ഉയർത്തെഴുന്നേറ്റ് മരണത്തെക്കുറിച്ച് നമ്മോട് പറയുകയും ചെയ്യട്ടെ. ഫഫഅലു, അവർ അപ്രകാരം 2 റകഅത്ത് നിസ്കരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഒരു വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അർത്ഥിച്ചു, ദുആ ചെയ്തു 2 റകഅത്ത് നിസ്കരിച്ചതിന് ശേഷം. ഫബൈനമ ഹും കദാലിക്, അവർ അപ്രകാരം ദുആയിൽ തുടരവേ, ഇത് അത്ലഅ റജുലുൻ റഅസഹു മിൻ ഖബർ, ഒരു വ്യക്തി ഖബറിൽ നിന്ന് തൻ്റെ തല പുറത്തേക്കിട്ടു. ഖലാസിയുൻ ബൈന ഐനൈഹി അഫറു സുജൂദ്, തല പുറത്തിട്ട ആ വ്യക്തി ഖലാസിയായിരുന്നു എന്ന് പറഞ്ഞാൽ തൊലിപ്പുറം കറുപ്പ് പാഞ്ഞ ഒരു മനുഷ്യൻ. അയാളുടെ 2 കണ്ണുകൾക്കിടയിലും സുജൂദിൻ്റെ അടയാളവും ഉണ്ടായിരുന്നു. ആ വ്യക്തി ഈ ആളുകളോട് ചോദിച്ചു: യാ ഹാ ഉലായ് മാ അറത്തും ഇലൈ, കൂട്ടരെ, നിങ്ങളുടെ ആവശ്യം എന്താണ്? ഫവല്ലാഹി ലഖദ് മിത്തു മുൻദു മിഅതി സനത്തിൻ, അള്ളാഹുവാണ് സത്യം, 100 വർഷക്കാലമായി ഞാൻ മരണം വരിച്ചിട്ട്. ഫമാ സകനത് അലയ്യ ഹറാറത്തുൽ മൗത്ത് ഹത്താ കാനൽ ആൻ, 100 വർഷമായി എൻ്റെ മരണമെങ്കിലും മരണത്തിൻ്റെ ചൂട് എന്നെ തൊട്ട് ഇതുവരെയും അണഞ്ഞിട്ടില്ല, അടങ്ങിയിട്ടില്ല. പ്രസ്തുത മരണം ഇപ്പോൾ സംഭവിച്ചതുപോലെയാണുള്ളത്. ഫദഉല്ലാഹ അൻ യുഈദനി കമാ കുൻത്, അതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നത് പോലെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുവാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആയിരക്കൂ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇസ്രായേല്യരോടോതിയ ഇസ്രായേലി ഇതിഹാസം. ഈ സംഭവം ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബ്ദു ഇബ്നു ഹുമൈദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ നിവേദനം ചെയ്തതാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സിൽസിലത്തു സഹിഹയിൽ ഇത് വിശ്വാസയോഗ്യമായ പരമ്പരയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോട് ഇത് ഉണർത്തിയത് മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മരണത്തിൻ്റെ ചൂടും ഗൗരവവും അവർ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ്. മരണം സുനിശ്ചിതം, മരണത്തിൻ്റെ പ്രയാസവും വേദനയും വെപ്രാളവുമൊക്കെ യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഗൗരവം എത്ര, അതിൻ്റെ കാഠിന്യം എത്ര, മരണം എപ്പോഴും എപ്പോഴും ഓർത്ത് ജീവിതത്തെ നന്നാക്കുവാൻ സുന്ദരമായ ഒരധ്യാപനം ഈ സംഭവം ഉൾക്കൊള്ളുന്നതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹദ്ദസു അൻ ബനി ഇസ്രായീൽ ഫഇന്നഹു കാനത് ഫീഹിമുൽ അജീബ്, ഇസ്രായേല്യരെ കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ, അവരിൽ മഹാത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന ആമുഖം പറഞ്ഞ് പിന്നീട് ഈ സംഭവം കടിച്ചതും ഇതിനെക്കുറിച്ച് പറഞ്ഞതും. നമുക്കേവർക്കും മരണത്തെ ഓർക്കാനും നമ്മുടെ ജീവിതത്തെ നന്നാക്കാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ ഈ ഒരു കഥ ഉപകരിക്കുമാറാവട്ടെ എന്ന ദുആയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio.
Tune to reality.